ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ, സന്തോഷമായിരിക്കുന്നു അല്ലേ? ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വിശുദ്ധ കുർബാന വളരെ തീക്ഷ്ണതയോടെ അർപ്പിച്ച് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കാനാണ് വന്നിരിക്കുന്നത്. പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മാറ്റമില്ലാത്ത സ്നേഹമായി ഞങ്ങളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ, എന്നും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവവചനത്തിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കേണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങയുടെ വചനത്തോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗവും ദീപവുമാക്കി സ്വീകരിച്ച് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ് വരെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു. നിങ്ങളെല്ലാവരും അത് വ്യക്തമായിട്ട് പഠിച്ചു. വിശുദ്ധ കുർബാന ഏറ്റവും നന്നായിട്ട് അർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അതെ, നിങ്ങളെല്ലാവരും നന്നായിട്ട് ആത്മാർത്ഥതയോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ ബലി ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ബലി ജീവിതം തുടരുന്ന നല്ല മക്കളായിട്ട് തീരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? നമ്മളിനി അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠം 8. 8ാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവവചനവും ക്രൈസ്തവ ജീവിതവും. ദൈവവചനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ദൈവവചനം നമ്മുടെ എല്ലാം കൈകളിലുണ്ട്, നമ്മുടെ എല്ലാം ഭവനങ്ങളിലുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലേ? ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളെല്ലാവരും വളരെ പൂജ്യമായിട്ട് സൂക്ഷിക്കുന്നു. ചിലർ വളരെ എല്ലാവരും കാണാവുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ വായിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വായിക്കുന്നവരുണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഒരുപാട് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് വചനം പഠിക്കുകയും വചനത്തെ സ്നേഹിക്കുകയും വചനം ഉരുവിടുകയും വചനം എഴുതുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 8ാം അധ്യായം 19 മുതലുള്ള വാക്യത്തിൽ എന്താണ്? ഈശോ എന്താണ് ചെയ്യുന്നത്? ഈശോ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതനായി. ഈശോ ശിഷ്യന്മാരെ കൂട്ടി ഈശോ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൂടെ പ്രസംഗിക്കാനായിട്ട്, വചനം പ്രസംഗിക്കാൻ, രോഗശാന്തി ശുശ്രൂഷ നൽകാൻ, സൗഖ്യം കൊടുക്കാനൊക്കെ ആയിട്ട് ഈശോ ഇങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങ് ഒരു പോക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈശോയുടെ അമ്മ ആരാണ്? മാതാവിന് ഭയങ്കര ആഗ്രഹം ഈശോ ഒന്ന് കാണണം. ഇതെവിടെ പോയി? കുറേ ദിവസമായിട്ട് അവൻ തിരിച്ചു വന്നിട്ടില്ല, ഇത് എവിടെ പോയിന്ന് ഈ അമ്മയ്ക്കും അറിയത്തില്ല. അപ്പം അമ്മ എന്ത് ചെയ്തു? വീടിൻ്റെ അടുത്തുള്ള ഈശോയുടെ കസിൻസ്, ബ്രദേഴ്സ്, ഈശോയുടെ സഹോദരന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മക്കളെ, ഈശോ പോയിട്ട് എത്ര ദിവസമായി, നമുക്കൊന്ന് ഈശോനൊന്ന് കാണാൻ പോകും. എനിക്ക് അവനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല, കൊതിയായിട്ട് പാടില്ല, കാണാൻ കൊതിയാവുക. അപ്പോൾ ഈശോയുടെ സഹോദരന്മാർ പറഞ്ഞു, എന്നാ വാ അമ്മേ, ഞങ്ങൾ കൊണ്ടുപോവാം, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഈശോ എവിടെയാണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ പോയി കുറേ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലിരുന്ന് ഈശോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും വീട് തിങ്ങി നിറഞ്ഞ് ജനാവലിയുണ്ട് ഈശോയുടെ വചനം കേൾക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും പോകാനായിട്ട് അമ്മയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ അമ്മ പുറകിൽ നിന്നൊരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഈശോയുടെ അമ്മയാണ്, ഇത് സഹോദരന്മാരാണ്, ഈശോടൊന്ന് പോയി പറയാവോ? ഞങ്ങളിവിടെ വന്ന് നിൽക്കണമെന്ന് പറയാവോ? അപ്പോൾ ഈ പയ്യൻ ഇടയ്ക്കൂടെയൊക്കെ നുഴഞ്ഞു കയറി ചെന്നിട്ട് ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഈശോയെ, ഈശോയുടെ അമ്മയും സഹോദരന്മാരൊക്കെ വന്ന് അവിടെ നിൽക്കുന്നു, ഈശോ എന്താ അവിടെ നിൽക്കണേ? അവർ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരും അവിടുത്തെ വചനം ശ്രവിച്ചത് പാലിക്കുന്നവരുമാണ് എൻ്റെ അമ്മയും സഹോദരരുമെന്ന് ഈശോ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ നമ്മൾ ആഴപ്പെടണമെങ്കിൽ അല്ലേ, പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയുടെ സഹോദരന്മാരെ പോലെ വ്യക്തിബന്ധത്തിൽ നമ്മൾ ആഴപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ വചനം പാലിക്കണമെന്നാണ് ഈശോ പറഞ്ഞു വരുന്നത്. ഈശോയുടെ ഇഷ്ടം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റുന്ന എന്തിലൂടെയാണ്? ഈശോയുടെ വചനം പാലിക്കുന്നതിലൂടെയാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ ഒരാളുമായിട്ടുള്ള
വ്യക്തിപരമായി ബന്ധത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യും, അല്ലേ? നമുക്കിഷ്ടമുള്ള ആൾക്കാർ, ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഫുട്ബോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രിയ താരങ്ങളെയൊക്കെ അവരുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും, നമ്മൾ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് അവരുടെ ഇഷ്ടം, അവരുടെ ചില താരങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഒരേപോലെ ആവാനൊക്കെ ആയിട്ട് നമ്മൾ പരിശ്രമിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഈശോയെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ പോകേണ്ടത് എവിടേക്കാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലേക്കാണ്, ദൈവവചനത്തിലേക്കാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവരെയും ഈശോയിലേക്ക് നയിക്കുന്ന, ഈശോ നൽകിയിരിക്കുന്ന വലിയ നിധിയാണ്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്ത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഈ വചനം ആരാണ്? ദൈവം തന്നെയാണ്, ഈശോ തന്നെയാണ് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വല്ലയിടത്തും അലക്ഷ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പൂജ്യമായിട്ട് വയ്ക്കുക. കാരണം എന്താണ്? നമ്മുടെ ദൈവം തന്നെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. ദൈവം തന്നെയാണ് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദൈവം തൻ്റെ വെളിപ്പാടുകളെല്ലാം നൽകിയതിൻ്റെ പുത്രനിലൂടെയാണ്, അല്ലേ? ദൈവിക വെളിപ്പാടുകളെല്ലാം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? ദൈവവചനത്തിലൂടെയാണ്. അപ്പം ദൈവിക വെളിപ്പാടിൻ്റെ ഉറവിടമാണ്, എല്ലാ ദൈവിക വെളിപ്പാടിൻ്റെയും ഉറവിടമാണ് ദൈവവചനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ യുക്തി കൊണ്ടോ ഒന്നും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വളരെ പരിമിതമായ അറിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്രകാരമാണ്. എന്താണ്? കർത്താവിൻ്റെ തിരുശരീരത്തെ വണങ്ങുന്നത് പോലെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും തിരുസഭ വണങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്നതും അവരുമായി സംഭാഷണം ചെയ്യുന്നതും. ദൈവവചനത്തിൻ്റെ ശക്തിയും കഴിവും വളരെ വലുതാണ്. അത് സഭയ്ക്ക് ആലംബവും ഊർജ്ജസ്വലതയും നൽകുന്നു. അവളുടെ മക്കൾക്ക് ആവശ്യമായ വിശ്വാസത്തിന് വേണ്ട ശക്തിയും ആത്മാവിൻ്റെ ഭക്ഷണവും ഇത് തന്നെയെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവവചനത്തിന് നൽകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കാം, അങ്ങനെയൊക്കെ ആ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ ദൈവവചനത്തിന്? ദൈവവചനം വെറുതെ ഒരു അലങ്കാരമായിട്ട് മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാതലായ രഹസ്യങ്ങൾ, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രിത്വ രഹസ്യം, കൂദാശകൾ, ഉത്ഥാന ജീവിതം. ഈ വിശ്വാസ സത്യങ്ങളെല്ലാം എന്തിലൂടെയാണ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? ദൈവവചനത്തിലൂടെയാണ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ദൈവവചനം ആര്? സുവിശേഷകന്മാർ അല്ലെങ്കിൽ കുറേ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായി പരിശുദ്ധാരൂപി എഴുതാൻ പ്രേരിപ്പിച്ചാണ് ദൈവവചനം. അത് ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെ മനുഷ്യരെ എഴുതി വച്ചിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം, ദൈവവചനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിന് ക്രൈസ്തവ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം? ക്രൈസ്തവ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം എന്ന് നോക്കുമ്പോൾ വിശുദ്ധ പത്രോസ്ലീഹയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നു, നിങ്ങൾ ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ സനാതനമായ സജീവമായ ദൈവവചനത്തിൽ നിന്നാണ് നിങ്ങൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാമോദിസായിലൂടെ ദൈവം നമുക്ക് വീണ്ടും ഒരു ജനനം നൽകി. ഈ ജനനം നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യം പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും മരിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇനി ദൈവവചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ദൈവവചനം ആത്മാവും ജീവനുമാണ്. ഒരു മനുഷ്യന് ജീവൻ നൽകുന്നത് ദൈവവചനം തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നമ്മൾ ദൈവവചനത്തെ സമീപിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ 2 ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ഒന്ന്, പാറമേൽ ഭവനം പണിത മനുഷ്യൻ. 2, മണലിൽ ഭവനം പണിത മനുഷ്യൻ. ഇപ്പം 2 മനുഷ്യർ വീടുണ്ടാക്കാനായിട്ട് പോയി എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു സ്ഥലം മുഴുവൻ പാറ വ്യാപിച്ചു കിടക്കുന്നു, ഒരു സ്ഥലം മുഴുവൻ മണൽ. അപ്പോൾ ഒരാൾ വിചാരിച്ചു, ഈ മണലിൽ വീട് പണിയാൻ നല്ല എളുപ്പമാണല്ലോ, അതുകൊണ്ട് ഞാൻ പോയി മണലിൽ വീട് പണിതേക്കാന്ന് വിചാരിച്ചു. അയാൾ വളരെ പെട്ടെന്ന് മണലിൽ വീട് പണിതു. മണലിൽ വീട് പണിയാൻ എളുപ്പമാണ്, അല്ലേ? വളരെ പെട്ടെന്ന് അയാൾ പണിത് കഴിഞ്ഞു.
ഈ മറ്റൊരു ആൾ വിചാരിച്ചു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്തേക്കാം, ഈ പാറ എനിക്ക് കിട്ടിയത് പാറയാണത്, പാറമേൽ പണിതേക്കാമെന്ന് ചോദിച്ചാൽ പാറമേൽ വീട് പണിതു. അപ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കം ഉണ്ടായി. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കാലഘട്ടമാണല്ലേ. വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, എന്ത് പറ്റും? മണലിൽ പണിത ഭവനം തകർന്നു പോകും, പാറമേൽ പണിത ഭവനം നിലനിൽക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനാണ്. ദൈവവചനം പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യനോ ജീവിതത്തിന് പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അയാൾ പെട്ടെന്ന് തളർന്ന് തകർന്ന് വീണുപോകും. അതുപോലെ തന്നെ മക്കബായരുടെ പുസ്തകത്തിൽ മക്കബായർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്മധൈര്യം പകരാൻ, നമ്മുടെ വേദനയുടെ, ബുദ്ധിമുട്ടിൻ്റെ, നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടാകും, പരീക്ഷയെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ ഈ ദൈവവചനം നമ്മൾക്ക് ശക്തിയായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് വലിയ ആത്മധൈര്യം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ ദൈവം നമ്മെ വഴി നടത്തുന്നു. ഇനി ദൈവവചനം പാലിക്കുന്ന ഒരാൾ മാത്രമാണ് ഈശോയുടെ ശിഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ക്രൈസ്തവരെല്ലാവരും, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തു അനുയായികളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഈശോയുടെ വചനം പാലിക്കുന്നവരാണ്, എൻ്റെ വചനം പാലിക്കുന്നവരാണ് എൻ്റെ ശിഷ്യരായി തീരുക എന്നാണ് ഈശോ പറയുക. നമ്മൾ ചില ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഓൾഡ് സ്റ്റുഡൻസ് പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ടീച്ചേഴ്സ് പറയും, ഈ കൊച്ചിവിടെ ആയിരുന്നപ്പോഴുണ്ടല്ലോ നമ്മൾ പറയണ അതുപോലെ തന്നെ കേൾക്കുമായിരുന്നു, നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം അതുപോലെ തന്നെ അനുസരിക്കുമായിരുന്നു, കണ്ടോ ഇപ്പം നല്ല മിടുക്കനായിട്ടുള്ള ശിഷ്യനായി, കണ്ടോ എൻ്റെ ശിഷ്യനാണെന്നൊക്കെ വളരെ അഭിമാനപൂർവ്വം ടീച്ചേഴ്സ് പറയും. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? അവർ ഈ വചനം, ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിച്ച് അവർ ജീവിതത്തിൽ വിജയം ഫലിച്ചു. അതുപോലെ തന്നെയാണ് ശിഷ്യനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈശോ പറയുക, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, എൻ്റെ ശിഷ്യന്മാരായിട്ട് തീരുന്നതെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വചനം വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും വചനം വായിച്ച് നമ്മൾ ശക്തിപ്പെടണം. വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ടല്ല, നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു അധ്യായമൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും വായിച്ചാൽ മതി. എല്ലാ ദിവസവും വചനം വായിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ശക്തി പ്രാപിക്കുന്ന, ആത്മീയ ശക്തിയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സിസ്റ്റർ പറയുന്ന ഈ ദൈവവചനത്തിൻ്റെ ഭാഗങ്ങളൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വെച്ചിട്ട് ദൈവവചനത്തെക്കുറിച്ച്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, അത് വെച്ച് നിങ്ങളൊരു പാരഗ്രാഫ് എഴുതുക. ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. യോഹന്നാൻ 5:24, യോഹന്നാൻ 8:31, യോഹന്നാൻ 14:23, 15:3, യോഹന്നാൻ 17:17, മർക്കോസ് 16:15-16 വരെ. ഈ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഇത് വെച്ച് ഒരു ഖണ്ഡിക, ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് എഴുതുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് ഭവിക്കുന്നതായിരിക്കും. റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ, നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഇത് എഴുതിക്കൊണ്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിക്കുന്ന മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈശോയെ, എന്നും അങ്ങയുടെ വചനത്തിൽ ശക്തിപ്പെട്ട് അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യനെ പോലെ ജീവിക്കുവാൻ, അങ്ങയുടെ യഥാർത്ഥ ശിഷ്യരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനം എന്നും വായിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.